നാട്ടുകാരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനും ജനപ്രതിനിധികളുടെ ഇടപെടലിനുമൊടുവിൽ തിരുവേഗപ്പുറ സമാന്തര പാലത്തിന് ജീവൻ വയ്ക്കുന്നു. നിലവിലുള്ള പാലം ആരംഭിക്കുന്ന കൊടുമുടിയിൽ നിന്ന് തന്നെയാണ് പുതിയ പാലവും നിർമ്മിക്കുക. പദ്ധതിക്കായി പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ 25 കോടിയുടെ എസ്റ്റിമേറ്റ് സഹിതം ആബിദ് ഹുസൈൻ തങ്ങൾ MLA കഴിഞ്ഞ ബജറ്റിൽ നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. എങ്കിലും അന്ന് 100 രൂപയുടെ ടോക്കൺ തുക മാത്രമാണ് അനുവദിച്ചിരുന്നത്. നിലവിലെ പാലം അതീവ അപകടാവസ്ഥയിലായ സാഹചര്യത്തിൽ അടിയന്തരമായി ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആബിദ് ഹുസൈൻ തങ്ങൾ MLA ധനമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 കോടി രൂപയുടെ പ്രാരംഭ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ കടുത്ത യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകും. മലപ്പുറം പാലക്കാട് ജില്ലയെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. വളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന തിരുവേഗപ്പുറ പാലം കൊടുമുടിയും തിരുവേഗപ്പുറയും ബന്ധിപ്പിക്കുന്ന പാലമാണത്. വർഷങ്ങളോളം അതിന് പഴക്കമുണ്ട്. അത് കാരണമാകാം അത് പലപ്പോഴും അപകടാവസ്ഥയിലാകുന്നുണ്ട്. കഴിഞ്ഞ 1-2 പ്രാവശ്യം അത് വളരെ പ്രയാസകരമായി ആളുകൾക്ക് പോകാൻ കഴിയാതെ ഗതാഗത യോഗ്യമല്ലാതെ അടച്ചിടുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് 5-6 മാസങ്ങൾക്ക് മുമ്പാണ് വലിയ ഒരു പ്രയാസമുണ്ടായി ഗതാഗത യോഗ്യമാകാൻ കഴിയാതെ മാസങ്ങളോളം അടച്ചിട്ടത്. ഈ തൊട്ടടുത്ത് വീണ്ടും വലിയ ഒരു അപകടാവസ്ഥ ഉണ്ടാവുകയും അതിൽ ഗതാഗത യോഗ്യമായ വല്ലാത്ത രൂപത്തിൽ ആളുകൾക്ക് പോകാതിരിക്കാൻ ചെയ്യുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അത്തരമൊരു സന്ദർഭത്തിലാണ് ഗവൺമെൻറ്റിനെയും മന്ത്രിയെയും ഒക്കെ ബന്ധപ്പെട്ട് അത് അടിയന്തരമായി ഒരു പുതിയ പാലമുണ്ടാക്കലാണ് അതിന് അനിവാര്യമായ കാര്യം എന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയെയും ഒക്കെ കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. തൊട്ടടുത്ത് വന്ന ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടെങ്കിലും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ അതുണ്ടായില്ല. അത് ടോക്കൺ 100 രൂപ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ബഡ്ജറ്റ് കഴിഞ്ഞ ഉടനെ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ നേരിൽ കണ്ട് അത് പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കുകയും കത്ത് നൽകുകയും ഉണ്ടായി. ബഡ്ജറ്റിൻ്റെ ചർച്ച കഴിഞ്ഞ് മറുപടി പറയുമ്പോൾ ബാലഗോപാൽ അതിന് ധനകാര്യമന്ത്രി 5 കോടി രൂപ അതിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ തുടക്കത്തിനായി അനുവദിച്ചിരിക്കുന്നു എന്നത് സന്തോഷകരമാണ്. കത്ത് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറുപടി പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം, അതിനാവശ്യമായ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് അദ്ദേഹം ആ വാക്ക് പാലിച്ച് തിരുവേഗപ്പുറ കൊടുമുടി പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കത്തിന് 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ സന്തോഷകരമായ വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.